ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മലയാളം സ്വരാക്ഷരങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഹിന്ദിയാണ് ഡിസ്കസ് ചെയ്തത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, അതുകൊണ്ടാണ് മലയാളം സ്വരാക്ഷരങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മലയാളം സ്വരാക്ഷരങ്ങൾ എല്ലാവർക്കും അറിയാം. ആ ഈ ഊറ് തുടങ്ങിയവയാണ് എന്നുള്ളത്. അതും ഹിന്ദിയും തമ്മിലുള്ള ഡിഫറൻസ്, ഏതൊക്കെ അക്ഷരങ്ങൾ ഹിന്ദിയിലില്ല, ഏതൊക്കെ അക്ഷരങ്ങൾ ഹിന്ദിയിലുണ്ട് എന്നുള്ളതും കൂടി നമ്മളിന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പാരിസൺ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റത്തെ വേർഡ് നമുക്കറിയാം, ആ എന്നെഴുതുന്നത് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ ഒന്ന് എഴുതി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആന്ന് എഴുതേണ്ടത്. രണ്ടാമത്തെ വേർഡ് ആ എന്നാണ് എഴുതുന്നത്. മൂന്നാമത്തത് ഈ എന്ന് എഴുതുന്നത്. ഈ എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം. ഈ എന്നാണ് എഴുതുന്നത്. ഇത് ഈ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഉ എന്നാണ്, ഇങ്ങനെയാണ് ഊന്ന് എഴുതുന്നത്. ഹിന്ദിയിലെ ഊ കണ്ടല്ലോ, അതേപോലെ മലയാളത്തിലെ ഊ ഇങ്ങനെയാണ് ഊന്ന് എഴുതുക. റ് കുറച്ച് ഡിഫിക്കൽട്ടാണ് എഴുതാൻ, പക്ഷേ ഈസിയാണ്. എ മലയാളത്തിൽ മാത്രമേ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം ഉള്ളൂ. ഹിന്ദിയിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്ഷരം ഇല്ല. ഐ എ കഴിഞ്ഞ് ഹിന്ദിയിൽ ഐ ആണുള്ളത്. മലയാളത്തിൽ എ ഐ പിന്നെ ഓ ഹിന്ദിയിൽ എഴുതുന്ന കണ്ടല്ലോ, ആ പോലെ എഴുതി മുകളിലേക്ക് ഒരു വരയും ഇതും. ഓ ഔ എന്താണ് എഴുതിയിരിക്കുന്നത്? എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്തൊക്കെയാണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.